Good morning, dear students. Today we are going to discuss about directive principles of state policy. Directive principles of state policy. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ചില നിർദ്ദേശക തത്വങ്ങളുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The directive principles of state policy are enumerated in Part 4 of the Constitution from Article 36 to 51. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള ഭാഗങ്ങളിൽ പാർട്ട് 4-ലാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. അപ്പോൾ ഇനി എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. The framers of the Constitution borrowed this idea from the Irish Constitution of 1937. 1937 അയർലൻഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ ഈ ഒരു ആശയം കടമെടുത്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയിലെ പല ആശയങ്ങളും മറ്റു രാജ്യത്തിൻ്റെ ആശയങ്ങളാണ്. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കടമെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ള ഭാഗം കടമെടുത്തിട്ടുള്ളത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഡോക്ടർ B.R. അംബേദ്കർ ഡിസ്ക്രൈബ്ഡ് ദീസ് പ്രിൻസിപ്പിൾ ആസ് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നോവൽ ഫീച്ചേഴ്സ് ആയിട്ടാണ് ഡോക്ടർ അംബേദ്കർ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The phrase directive principles of state policy denotes the ideal that the state should keep in mind while formulating policies and enacting laws. These are the constitutional instructions or recommendations to the state in legislative, executive and administrative matters. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡിനോട്ട്സ് ദ ഐഡിയൽ ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് കീപ്പ് ഇൻ മൈൻഡ്. അതായത് നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ഭരണഘടന പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റ് ഏത് രീതിയിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശയങ്ങളാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ നിർദ്ദേശിക്കുകയാണ് ഏത് രീതിയിൽ എന്ത് ചെയ്യണം സ്റ്റേറ്റ് മുന്നോട്ട് പോകണം എന്നുള്ളത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡിനോട്ട്സ് ദ ഐഡിയൽ ദാറ്റ് ദ സ്റ്റേറ്റ് ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് വൈൽ ഫോർമുലേറ്റിംഗ് പോളിസീസ് ആൻഡ് എനാക്ടിങ് ലോസ്. നമ്മുടെ രാജ്യത്ത് പോളിസീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് സ്റ്റേറ്റ് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ദീസ് ആർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്ട്രക്ഷൻസ് ഓർ റെക്കമെൻഡേഷൻസ് ടു ദി സ്റ്റേറ്റ് ഇൻ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. അപ്പോൾ ദീസ് ആർ ദി കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്ട്രക്ഷൻസ്, ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ആണ്. ഓർ റെക്കമെൻഡേഷൻസ് ടു ദി സ്റ്റേറ്റിനുള്ള ഒരു റെക്കമെൻഡേഷൻസ് ആണ്. ഇൻ ലെജിസ്ലേറ്റീവ്, അതായത് നിയമനിർമ്മാണ മേഖലയിൽ, എക്സിക്യൂട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, നമ്മുടെ ഭരണതലത്തിലെ എക്സിക്യൂട്ടീവ് മാറ്റേഴ്സിലും അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിലൊക്കെ സ്റ്റേറ്റ് ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മുടെ സ്റ്റേറ്റിന് കൊടുക്കുന്ന ചില തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെയാണ് സ്റ്റേറ്റ് പാലിക്കേണ്ടതായിട്ടുള്ള ചില പോളിസികളെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് റിസംബിൾസ് ദ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ enumerated in the Government of India Act of 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത് വീണ്ടും ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ഭരണഘടന ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ വെരി കോംപ്രഹെൻസീവ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാം ഫോർ മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ വെരി കോംപ്രഹെൻസീവ് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ്. അതായത് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് ഫോർ മോഡേൺ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്. ഒരു ആധുനിക ലോകത്ത് ഒരു ജനാധിപത്യ രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. The aim at realizing the high ideals of justice, liberty, equality and fraternity as outlined in the preamble to the Constitution. അപ്പം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ്, എല്ലാവർക്കും തുല്യ നീതി എന്നുള്ളതും, ലിബർട്ടി, ഇക്വാലിറ്റി, നമ്മുടെ സ്വാതന്ത്ര്യവും
ഇക്വാലിറ്റി, സമത്വമൊക്കെ ഉറപ്പുവരുത്തുക, ആൻഡ് ഫ്രറ്റേണിറ്റി ആസ് ഔട്ട്ലൈൻഡ് ഇൻ ദി പ്രിയാമ്പിൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള ഇത്തരം പ്രധാനപ്പെട്ട ആശയങ്ങളൊക്കെ നല്ല രീതിയിൽ രാജ്യത്ത് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് പറയുന്നത്. ദ എംബഡി ദ കൺസെപ്റ്റ് ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഒരു ക്ഷേമ രാജ്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ രാജ്യത്തെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതും, നോട്ട് ദാറ്റ് ഓഫ് എ പോലീസ് സ്റ്റേറ്റ് വിച്ച് എക്സിസ്റ്റിംഗ് ഡ്യൂറിങ് ദി കൊളോണിയൽ ഇറ. നമ്മുടെ കൊളോണിയൽ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അടിച്ചമർത്തപ്പെടുന്ന ഒരു ഭരണം, പോലീസ് സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ലക്ഷ്യം. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർ നോൺ ജസ്റ്റിസബിൾ ഇൻ നാച്ചർ. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞാൽ കുറച്ച് പ്രിൻസിപ്പിളുകൾ മാത്രമാണ്. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ടിൽ പോയിട്ട് ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കോർട്ടിൽ പോയിട്ട് ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യങ്ങളെ നമ്മൾ കോർട്ട് വഴി നേടിയെടുക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കഴിയില്ല. കാരണം ഇതൊക്കെ എന്താണ്, സ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ നീങ്ങണം എന്ന് പറയുന്ന ചില പ്രിൻസിപ്പിൾസുകൾ മാത്രമാണ്. നോൺ ജസ്റ്റിസബിൾ ഇൻ നാച്ചർ, ദാറ്റ് ഈസ് ദേ ആർ നോട്ട് ലീഗലി എൻഫോഴ്സബിൾ ബൈ ദി കോർട്ട്സ് ഫോർ ദെയർ വയലേഷൻ, ദെയർ ഫോർ ദ ഗവൺമെൻറ് കനോട്ട് ബി കമ്പൽഡ് ടു ഇംപ്ലിമെൻറ്റ് ദം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആശയങ്ങളാണെങ്കിൽ പോലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, നിർബന്ധിച്ച് അല്ലെങ്കിൽ നിർബന്ധിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ളതാണ് പറയുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ്, നോൺ ജസ്റ്റിസബിൾ ഇൻ നാച്ചറാണ്. അതായത് നോൺ ജസ്റ്റിസബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കോർട്ട് വഴി അതിനെ ശ്രമിച്ചാൽ അത് നോൺ ജസ്റ്റിസബിൾ ആയിരിക്കും. എന്നാൽ നേരെ മറിച്ച് നമുക്കുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസബിൾ ഇൻ നാച്ചറാണ്. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നോൺ ജസ്റ്റിസബിൾ ഇൻ നാച്ചർ എന്നുള്ളത് പറഞ്ഞു, ഹെൽപ്പ് ദ കോർട്ട്സ് ഇൻ എക്സാമിൻ ദ ഡിറ്റർമൈൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് എ ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ചില നിയമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയൊക്കെ പരിശോധിക്കാൻ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാറുണ്ട്. ദ സുപ്രീം കോർട്ട് ഹാസ് റൂൾഡ് മെനി ടൈംസ് ദാറ്റ് ഇൻ ഡിറ്റർമൈനിങ് ദ കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി ഓഫ് എനി ലോ, ഇഫ് കോർട്ട് ഫൈൻഡ് ദാറ്റ് the law in question seeks to give effect to the directive principle, it may consider such a law to be reasonable in relation to Article 40, Article 19, and thus save such law from the unconstitutionality. അപ്പോൾ നമ്മുടെ ഭരണഘടന നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നമ്മുടെ MLA മാർ MP മാരൊക്കെ ഉൾപ്പെടുന്നവർ, അവർ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജിമാരോ അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരൊക്കെ പ്രധാനമായിട്ടും നോക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ഇത് ഒത്തുപോകുന്നതാണോ എന്നൊക്കെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളത് പല സമയത്തും നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ നീതിന്യായ വ്യവസ്ഥ പ്രവർത്തിക്കുമ്പോൾ അത് ഭരണഘടനയെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നത് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഫീച്ചേഴ്സാണ് ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും കാണുന്നില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ അതിൽ കുറച്ച് ആർട്ടിക്കിളുകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതെന്ത് ചെയ്തിട്ടില്ല, ഓരോന്നായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടില്ല. However, on the basis of their content and direction, they can be classified into 3 broad categories. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും അതിനെ 3 രീതിയിൽ, അതിൻ്റെ കണ്ടൻറ്റുകൾ അനുസരിച്ചിട്ട് 3 രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതേതെല്ലാമാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, സോഷ്യലിസ്റ്റിക് ആശയങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നത്. ദെൻ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, ആൻഡ് തേർഡ് വൺ ഇസ് ലിബറൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ 3 രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 3 രീതിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് സോഷ്യലിസ്റ്റിക്, രണ്ടാമത്തേത് ഗാന്ധിയൻ, മൂന്നാമത്തേത് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇനി എന്താണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണെന്ന് നോക്കാം.
These principles reflect the ideology of socialism. They lay down the framework of democratic socialist state. അതായത് ഈ ഒരു സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദ ഐഡിയോളജി ഓഫ് സോഷ്യലിസം എന്നുള്ള ഒരു ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളാണ് സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദ ലേ ഡൗൺ ദ ഫ്രെയിം വർക്ക് ഓഫ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിനെ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ബൈ സെക്യൂറിങ് എ സോഷ്യൽ ഓർഡർ permitted by justice, social, economic and political, and to minimize inequalities in income, status, facilities and opportunities. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഒരു വെൽഫെയർ സൊസൈറ്റി സ്ഥാപിക്കണം. എന്തിലൂടെ? നമ്മുടെ ജസ്റ്റിസ് എന്നുള്ള, അതായത് നീതി എന്നുള്ളത് എപ്പോഴും ചിലർക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ ഉള്ളവന് ഇല്ലാത്തവന് ആ ഒരു രീതിയിൽ ഉള്ളവന് മാത്രം ലഭ്യമാകുന്ന ഒന്നാവാൻ പാടില്ല. സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. സോഷ്യലായിട്ട് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ഉറപ്പുവരുത്തുക. ആൻഡ് ടു മിനിമൈസ് ഇനീക്വാലിറ്റീസ്, നമ്മുടെ സമൂഹത്തിലുള്ള അസമത്വങ്ങളെ കുറച്ചു കൊണ്ടുവരിക. ടു മിനിമൈസ് ഇനീക്വാലിറ്റീസ് ഇൻ ഇൻകം, വരുമാനത്തിൽ, ആൻഡ് സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളിലും ഫെസിലിറ്റീസിലും സ്റ്റാറ്റസിലും നമ്മുടെ വരുമാനത്തിലും ഒക്കെയുള്ള ഇനീക്വാലിറ്റീസിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മറ്റു ഫീച്ചേഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ടു സെക്യൂർ ദ റൈറ്റ് ടു ആഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അതായത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഡിക്വേറ്റ് മീൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടതാണ്. ദ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഫോർ ദി കോമൺ ഗുഡ്, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒന്നായിട്ട് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആനുപാതികമായിട്ട് നീതി ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ചെയ്യുക കാര്യങ്ങളെ. അടുത്തതായിട്ട് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, വെൽത്തിലും മീൻസ് ഓഫ് പ്രൊഡക്ഷനിലുമുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുക. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വുമൺ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ തൊഴിലിന് ഒരേ കൂലി അല്ലെങ്കിൽ ഒരേ വേതനം നൽകുക. പ്രിസർവേഷൻ ഓഫ് ദി ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻസ് അഗെയിൻസ്റ്റ് ഫോഴ്സിബിൾ അബ്യൂസസ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് ഫോഴ്സിബിൾ അബ്യൂസസ് ഉണ്ട്, അതായത് നമ്മൾ നിർബന്ധിപ്പിച്ചുള്ള ജോലികൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പ്രിസർവേഷൻ ഓഫ് ദി ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ചിൽഡ്രൻസ്, നമ്മുടെ കുട്ടികളെയും വനിതകളെയും ഒക്കെ ആ ഒരു രീതിയിൽ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻസ്, അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ വളർന്നു വരുന്ന തലമുറ, അതായത് കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് ഹെൽത്തി ഡെവലപ്മെൻറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിലെ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമാണ്. ടു പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദി പുവർ, അതായത് നമുക്ക് ഒരുപാട് ആളുകൾക്ക് നീതി എന്നുള്ളത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ലീഗൽ എയ്ഡ് ആവശ്യമായിട്ട് വരും, നിയമസഹായം. അപ്പോൾ ഈ നിയമസഹായം പ്രൊവൈഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് നിയമസഹായം സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ പല കേസുകളിൽ പെടുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നിയമസഹായം ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ നിയമസഹായം അത് വാങ്ങിയെടുക്കാൻ കഴിയാത്തവന് നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, നിയമസഹായം കൊടുക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻറ്റ് ഇൻ കേസസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ്, സിക്നെസ് ആൻഡ് ഡിസേബിൾമെൻറ്റ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, ഓൾഡ് ഏജ് അതായത് വാർദ്ധക്യമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. സിക്നെസ് ആൻഡ് ഡിസേബിൾമെൻറ്റ്, അതായത് പലർക്കും ശാരീരികമായിട്ട് കഴിവില്ലാതെയാവുകയും അല്ലെങ്കിൽ ശാരീരിക ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു സമയത്തൊക്കെ ടു സെക്യൂർ റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ, ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസസ് വേണം. അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട സഹായങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്ന മറ്റൊരു ഭാഗം. ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് ദി വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്, നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ
ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്. നമ്മുടെ ജോലി സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ജോലി സ്ഥലങ്ങൾ മനുഷ്യന് അവൻ്റെ ആരോഗ്യവും മറ്റും സംരക്ഷിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറയുന്ന ഭാഗമാണ്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിൽ പറയുന്ന ഭാഗമാണ്. ആൻഡ് മെറ്റേണിറ്റി റിലീഫ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മെറ്റേണിറ്റി റിലീഫ് എന്ന് പറയുമ്പോൾ പ്രസവത്തിൻ്റെ സമയത്ത് സ്ത്രീകൾക്കൊക്കെ അവധി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജോലി നഷ്ടപ്പെടാതെ തന്നെ അവധി കിട്ടുന്ന രീതിയിലേക്ക് ആർട്ടിക്കിൾ 42 പറയുന്നുണ്ട്. ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ ഓഫ് ദി വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് എന്താണ്? സോഷ്യലിസ്റ്റിക് ആശയങ്ങളാണ്. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സോഷ്യലിസ്റ്റിക് ആശയങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ പലതും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെയും ഭാഗമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആകുമ്പോൾ അവയെല്ലാം ജസ്റ്റിസബിളാണ്. ഇപ്പോൾ ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ അൺജസ്റ്റിസബിൾ ആയിരിക്കും. ഇനി ഇതിൽ പറയുന്ന ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണെന്നുള്ളതാണ്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ബേസ്ഡ് ഓൺ ഗാന്ധിയൻ ഐഡിയോളജി. അപ്പോൾ ഗാന്ധിജിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദേ റെപ്രസെൻറ്റ് ദ പ്രോഗ്രാം ഓഫ് റീകൺസ്ട്രക്ഷൻ എനൻഷിയേറ്റഡ് ബൈ ഗാന്ധി ഡ്യൂറിങ് ദ നാഷണൽ മൂവ്മെൻറ്റ്. നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് ഗാന്ധിജി കൊണ്ടുവന്നിട്ടുള്ള ആശയങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പറയുന്നത് എന്തെല്ലാമാണെന്ന് നോക്കാം. ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആൻഡ് എൻഡോ ദം വിത്ത് നെസസറി പവർ ആൻഡ് അതോറിറ്റി ടു എനാബിൾ ദം ടു ഫങ്ഷൻ ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. അതായത് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന വില്ലേജ് പഞ്ചായത്ത് സിസ്റ്റം, അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സംവിധാനം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വോട്ട് ചെയ്തവരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 3 ടയർ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. വില്ലേജ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ആ ഒരു രീതിയിലുള്ള ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം എന്നുള്ളത് ഗാന്ധിയൻ ആശയമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ആർട്ടിക്കിൾ 40 പ്രകാരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഗാന്ധിജിയുടെ ആശയം എന്ന് പറഞ്ഞാൽ വില്ലേജ് പഞ്ചായത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കണം. ആൻഡ് പവർ ആൻഡ് അതോറിറ്റി, അവർക്ക് എന്ത് ചെയ്യണം? പവർ കൊടുക്കണം, കാര്യങ്ങൾ തീരുമാനിക്കുവാനുള്ള പവർ. ഒരു സെൽഫ് ഗവൺമെൻറ് എന്നുള്ള രീതിയിലേക്ക് വില്ലേജ് പഞ്ചായത്തുകളെ മാറ്റിയെടുക്കണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. രണ്ടാമത്, ടു പ്രൊമോട്ട് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ കോഓപ്പറേഷൻ ബേസ്ഡ് ഓൺ റൂറൽ ഏരിയാസ്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വില്ലേജ് തലങ്ങളിലൊക്കെ കോട്ടേജ് ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്നുണ്ട്, കുടിൽ വ്യവസായങ്ങൾ. അത്തരം കുടിൽ വ്യവസായങ്ങളും സഹകരണ സംഘങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം അത് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 43 എന്നുള്ളതിൽ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത്, ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമസ് ഫങ്ഷനിങ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ, ഓട്ടോണമസ് ഫങ്ഷനിങ് നടത്തിയിട്ടുള്ള വോളണ്ടറി അസോസിയേഷൻസൊക്കെ രൂപീകരിക്കുവാനുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രൊമോട്ട് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. നാലാമതായിട്ട് പറയുന്നത്, ടു പ്രൊമോട്ട് ദി എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SC and ST ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ആൻഡ് ടു പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള താഴെ തട്ടിലുള്ള ആളുകൾ, SC വിഭാഗങ്ങളും ST വിഭാഗങ്ങൾക്കൊക്കെ എഡ്യൂക്കേഷൻ മേഖലയിലും സാമ്പത്തിക മേഖലയിലൊക്കെ എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. അവർക്ക് സാമൂഹികമായി നീതി ലഭ്യമാകുന്ന രീതിയിൽ, മറ്റുള്ളവരിൽ നിന്നുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാത്ത രീതിയിൽ, അവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ മറ്റൊന്നായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത്, ടു പ്രോഹിബിറ്റ് ദ കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ് വിച്ച് ആർ ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള പലതരത്തിലുള്ള ഡ്രിങ്ക്സുകളും ഡ്രഗ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? പ്രോഹിബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഗാന്ധിയൻ ആശയമായിട്ട് അടുത്തതായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ടു പ്രോഹിബിറ്റ് ദ സ്ലോട്ടർ ഓഫ് കാൽവ്സ് ആൻഡ് അതർ മിൽസ് ആൻഡ് ഡ്രോട്ട് കാറ്റിൽ ആൻഡ് ടു ഇംപ്രൂവ് ദെയർ ബ്രീഡ്സ്. അതായത് നമ്മുടെ ഗോവധ നിരോധനം പോലെയുള്ള, അതായത് നമ്മുടെ നാട്ടിലുള്ള പക്ഷി ജന്തുവർഗ്ഗങ്ങളൊക്കെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48 പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത് ഗാന്ധിയൻ ആശയങ്ങളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയാണ് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്? അതായത് ഒരു ലിബറൽ ആശയങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത്, ടു സെക്യൂർ ഫോർ ഓൾ സിറ്റിസൺ
സിറ്റിസൺ എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി കൺട്രി. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഒരേ തരത്തിൽ ബാധകമാകുന്ന ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നുള്ളതാണ് ലിബറൽ ഇൻ്റലക്ച്വൽ ഐഡിയാസ് ആയിട്ട് പറയുന്നത്. യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി കൺട്രി, നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും ഒരേ രീതിയിൽ ബാധകമാകുന്ന യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത ഒരു സിവിൽ കോഡ് കൊണ്ടുവരണം എന്നുള്ളത് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നത് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. അതായത് ചൈൽഡ്ഹുഡ് കെയർ എല്ലാവർക്കും ഉറപ്പുവരുത്തണം. അവർ 6 years ആവുന്നത് വരെയുള്ള ചൈൽഡ്ഹുഡ് കെയർ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. മൂന്നാമത്തത് ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. നമ്മുടെ കൃഷിയെയും അനിമൽ ഹസ്ബൻഡറി, അതായത് മൃഗങ്ങളെ, നമ്മൾ വളർത്തു മൃഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു മോഡേൺ സയൻറ്റിഫിക്കായിട്ട് എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം എന്നുള്ളതാണ്. ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. നാലാമതായിട്ട് പറയുന്നത് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ്ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ്, അതായത് പരിസ്ഥിതി സംരക്ഷണം, ആൻഡ് സേഫ് ഗാർഡ്സ് ഫോറസ്റ്റ്, നമ്മുടെ വന സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. ആർട്ടിക്കിൾ 48A പറയുന്നത്. അടുത്തായിട്ട് പറയുന്നത് ടു പ്രൊട്ടക്ട് മോണമെൻറ്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ്, ആർട്ടിസ്റ്റിക് ആൻഡ് ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് വിച്ച് ആർ ഡിക്ലെയർ ടു ബി എ നാഷണൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, മോണമെൻറ്റ്സ്, പ്ലേസസ്, ഒബ്ജക്ട്സ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ്, അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പ്രധാനമായിട്ടും സംരക്ഷിക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് മോണമെൻറ്റ്സ് ഉണ്ട്, പ്ലേസസുകളുണ്ട്. അപ്പോൾ അത്തരം സംവിധാനങ്ങളൊക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിളായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആറാമതായിട്ട് പറയുന്നത് ടു സെപ്പറേറ്റ് ദ ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് ഇൻ ദി പബ്ലിക് സർവീസ് ഓഫ് ദി സ്റ്റേറ്റ്. നമ്മുടെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ നിന്ന് നമ്മുടെ ജുഡീഷ്യറിയെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ സെപ്പറേറ്റ് രണ്ട് ഭാഗങ്ങളായിട്ട് തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു ആർട്ടിക്കിളുണ്ട്. അപ്പോൾ അതും ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസിൻ്റെ ഭാഗമാണ്. ടു സെപ്പറേറ്റ് ദ ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് ഇൻ ദി പബ്ലിക് സർവീസ് ഓഫ് ദി സ്റ്റേറ്റ്. അടുത്തായിട്ട് പറയുന്നത് ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ്. ഏഴാമതായിട്ട് പറയുന്നത് ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ പീസ്, അന്തർദേശീയ സമാധാനം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇൻ്റർനാഷണൽ രംഗത്ത് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെടുമ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരിലേക്കും സമാധാനം എത്തിക്കുക എന്നുള്ളതാണ്. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധത്തിലേക്കൊന്നും പോകാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് മെയിൻറ്റെയിൻ ജസ്റ്റ് ആൻഡ് ഹോണറബിൾ റിലേഷൻ ബിറ്റ്വീൻ നേഷൻസ്. എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഹോണറബിൾ റിലേഷൻസ് കൊണ്ടുവരിക. ടു ഫോസ്റ്റർ റെസ്പെക്ട് ഇൻ്റർനാഷണൽ ലോ, അതായത് അന്തർദേശീയ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, അത് സംരക്ഷിക്കുക. ആൻഡ് ട്രീറ്റി ഒബ്ലിഗേഷൻസ്, പല രാജ്യങ്ങളും പല സമയത്തും സന്ധികളിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ആ സന്ധികളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. ആൻഡ് ടു എൻകറേജ് സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ട്സ് ബൈ ആർബിട്രേഷൻ. അപ്പോൾ ഇൻ്റർനാഷണൽ ഡിസ്പ്യൂട്ടുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം അതൊക്കെ കൃത്യമായി രമ്യമായി പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് രാജ്യം പോവുക എന്നുള്ളത് ആർട്ടിക്കിൾ 51 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ലിബറൽ ഐഡിയാസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലിബറൽ ഐഡിയാസ് എന്നുള്ളതും സോഷ്യലിസ്റ്റിക് ഐഡിയാസ് എന്താണെന്നുള്ളതും ഗാന്ധിയൻ ഐഡിയാസ് എന്താണെന്നുള്ളതും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വളരെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടതാണ്. എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. ഓക്കെ, താങ്ക് യു.